പുലാവ് സെൻറ്ററിലാണ് വന്നേക്കണേ. വലിയ പുലാവ് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കണത് നമുക്കത് കഴിഞ്ഞ് കാണാം. ഇവിടെ നിറച്ച ആൾക്കാരാണ്. ആൾക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് മൊത്തം. അവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ ഇരിക്കുമായിരുന്നു. ഭയങ്കര തിരക്കാണ് ഇതിൻ്റെ അത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഭയങ്കര തിരക്കാണ്. ഒരാൾ ഫുഡ് കൊണ്ടുവരണുണ്ടോ, പുലാവ് കൊണ്ടുവരാനാണ് ഇവിടുത്തെ ഇത്. ഈ പ്ലേറ്റിൽ കൊണ്ടുപോകാൻ എത്ര പ്ലേറ്റാണ് കൊണ്ടുപോകാനുണ്ടോ, അത് കൊണ്ടുപോകണമാണ്. Yeah. Natural juice. Cherry. Cherry. Oh, okay. Good. Yeah. ഇവിടെയാണ് വിളമ്പണ സ്ഥലം. ഒത്തിരി സാലഡ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം സാലഡുകളാണ്. Pilaf Plov. ഓക്കെ. ഓറഞ്ച്. Lemon apple seed. ഓക്കെ. This ചെറി. ഓക്കെ. ചെറി ഉണ്ട്, ലെമൺ ആൻഡ് ആപ്പിൾ ഉണ്ട്. ടൊമാറ്റോ സൂപ്പ്. Very nice tomato. ഓക്കെ. Chili. ഇതൊക്കെ ഇതിൻ്റെ കൂടെ പുലാവിൻ്റെ കൂടെ കഴിക്കുന്ന സാധനങ്ങളാണ്. യോഗurt. Yogurt, yeah. It's good. Natural. Oh. ഇവിടുത്തെ ടാഷ്കണ്ടിലെ ഫേമസ് പുലാവ് കഴിക്കാൻ വന്നേക്കാണ്. ആ കഴിക്കണ സ്ഥലമാണിത്. ഫേമസ് പുലാവ് കഴിക്കണ. ആ പുലാവിൻ്റെ കൂടെ ഈ ബ്രെഡും വരും കേട്ടോ, ഇവർ കൊണ്ടുവരുന്ന പോലെ. ഭയങ്കര തിരക്കുണ്ട്. പുറത്തോടെ ഒക്കെ ഇരിക്കാം. പുറത്ത് പന്തലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പുലാവിന് വേണ്ടി ആദ്യം തക്കാളി അരിഞ്ഞത് കൊണ്ടുവരും. പിന്നെ ലെമൺ ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ ചെറി സോസ് ഉണ്ട്, അല്ല ചെറി ജ്യൂസ് ഉണ്ട്. അത്രയാണ് ഇത് തന്നെ. ഇനി പുലാവ് വരുമ്പോൾ നോക്കാം എന്താ തന്നെയെന്ന്. ബെഷ് ക്യൂസോൺ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഇതാണ്. ഭയങ്കര തിരക്കാണ്. ഇവരാണ് നമ്മുടെ കൂട്ടുകാരെ ഇവിടെ കിട്ടിയത്. ഇവരാണ് ഓർഡർ ചെയ്യണത് ഫുഡൊക്കെ. അവർക്ക് ആ ബ്രെഡും ഒക്കെ ഇഷ്ടമാണ്. അതങ്ങനെ കൈക്ക് ഒടിച്ചാണ് കഴിക്കുന്നത്. പിടിക്കാനാ ഇതുപോലെയാണ് പുലാവ് കൊണ്ടുതന്നെ. നമ്മുടെ സാധനം വന്നു. ഇങ്ങനെയാണ് കൊണ്ടുതന്നെ പുലാവ്. അവൻ എത്ര പ്ലേറ്റാണ് കൊണ്ടുതന്നെയെന്ന് നോക്കി. നല്ല ഹെവിയാണ്. കാടമുട്ടയുണ്ട്, 2-3 ടൈപ്പ് മീറ്റുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാം ഇറച്ചിയുണ്ട്. കാടമുട്ടയുണ്ട്, കാടമുട്ട, ഹോഴ്സ് ഇറച്ചി, ബീഫ്, മുന്തിരി ഇലയിൽ പൊതിഞ്ഞത്. ഇതാണ് മുന്തിരി ഇലയിൽ പൊതിഞ്ഞ്, അങ്ങനെയെല്ലാം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാ ടൈപ്പ് ഇറച്ചിയുണ്ട്. കുതിര ഇറച്ചി വരെയുണ്ട്. ഇത് കുതിര ഇറച്ചിയാണ്. ഇത് കുതിര ഇറച്ചിയാണ്. ഇത് മുന്തിരി ഇത് പൊതിഞ്ഞ്. ചെറിയുടെ ജ്യൂസുണ്ട് കുടിക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഓറഞ്ച് ആൻഡ് ലെമൺ ഉണ്ട്. പിന്നെ ഇത് മുന്തിരി ഇലയിൽ പൊതിഞ്ഞത് എന്തോ ഇതാണ്. കാടമുട്ട, ഒരു പിക്കിൾ പോലെയുള്ളത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ അത് ടൊമാറ്റോ ഒക്കെ കൂട്ടി കഴിക്കണം. മുളകാണ് എൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. വയർ
വയറങ്ങനെ നിറഞ്ഞ് അപാര ഫുഡാട്ടോ, അപാര ഫുഡാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ടോ ഞാൻ എൻ്റെ പ്ലേറ്റ് ഇത്രയും തീർത്തു. ഇനി കുറച്ച് ഇറച്ചിയും കൂടെ ഉണ്ട് അതിൻ്റെ ഇത് ബാലൻസ്. ഇത് കഴിക്കാൻ പറ്റില്ല, ഹോഴ്സ് മീറ്റൊക്കെയാണ്. ട്രഡീഷണൽ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി ഇവിടെ പേ ചെയ്യാൻ നിൽക്കുവാണ്. നമ്മൾ ടേബിൾ നമ്പർ പറഞ്ഞാൽ മതി. അവിടെ ഇവിടെ കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ വന്ന് ടേബിൾ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ല് പേ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാൻ പോവാം. സെർവ് ചെയ്യണതുമൊക്കെ കണ്ടുല്ലോ ആൾക്കാർ. ഇനി ഇവിടെ ഉണ്ടാക്കുന്ന കിച്ചണിൽ അലൗഡാണ്, നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് പുലാവ് ഉണ്ടാക്കുന്ന കിച്ചൺ. നമുക്ക് പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണാം. ഇതുണ്ടോ, ഇവിടെ തുടങ്ങി ഇവിടെ ഉണ്ടാക്കാൻ. ആദ്യം തന്നെ ഇവിടെ ഈ സാധനങ്ങളെല്ലാം ഇട്ടു. വലിയ ചെമ്പാണ്, അതിൻ്റെ അകത്ത് കടല സാധനങ്ങളെല്ലാം കൊണ്ടുപോയിടുവാണ്. ഉണ്ടോ, ഇടണുണ്ടോ, വെജിറ്റബിളും എല്ലാം. നല്ല ചൂടാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇട്ടങ്ങ് വേവിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല മണമടിക്കും. സ്പൈസസ് ആണ് ഇടുന്നത്, കൊണ്ടുവന്ന് ധാരാളം സ്പൈസസ് ഇടുന്നുണ്ട്. കടല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഉണക്കമുന്തിരി എപ്പോൾ ഇടുന്നത്. ഉണക്കമുന്തിരി ഇടുവാണ്. കുറേ സാധനം ഉണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് ഏതാണ്ടൊക്കെ ഇടും. ഈ കിടക്കുന്നത് പൈനാപ്പിളാണോ മാങ്ങയാണോ എന്നും കൂടെ സംശയമുണ്ട്. ഈ മഞ്ഞ കളറിൽ കിടക്കുന്നത് ചിപ്സ് പോലെ കിടക്കുന്നു. ചിലപ്പോൾ പൊട്ടറ്റോ ആയിരിക്കാം. വിറക് കൊണ്ടാട്ടോ തീ കൊളുത്തിയേക്കണേ. ഇതുണ്ടോ, ഇതെവിടെ അടുപ്പിലൊക്കെ വിറക് വെച്ചാണ് തീ കൊളുത്തിയേക്കണേ. ഇതിനുള്ള തീ ഇത് ഇവിടെയാണ്, ഇവിടെയാണ് തീ കൊളുത്തിയേക്കണേ. കാണിച്ചു തരാം. അതുണ്ടോ, എൻ്റെ അടിയിൽ വലിയ അടുപ്പാണ്. ഞാൻ പാത്രത്തോടു കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ടു. ചുറ്റും ആൾക്കാരൊന്ന് വീഡിയോ എല്ലാം എടുക്കുവാണേ. ഇനി ഇതെല്ലാം കുക്കായി കഴിഞ്ഞാൽ കുക്ക് ചെയ്ത മീറ്റ് കൊണ്ടുപോയിടും. ഇവിടെ ആ റൈസ് ഉണ്ടാക്കുവാണ്. റൈസ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് ഈ കുക്ക് ചെയ്ത റൈസാണ് അത് ഈ കൊണ്ടുപോയിടുന്നത്. ഓ, ഭയങ്കര ചൂടാണ് അതിൻ്റെ അടുത്തോട്ടെത്തുമ്പോൾ. ഇതങ്ങനെ ഉണ്ടാക്കിയ പുലാവിൻ്റെ ഇതാണ്. എന്നിട്ട് ഇങ്ങനെ പ്ലേറ്റിലോട്ട് കോരി ഇവിടെ നിന്ന് കൊടുത്തു വിടും. ഇവിടെ നിന്നാണ് നമുക്കിപ്പോൾ കൊണ്ടുവന്നത്. അതിൻ്റെ മുകളിലോട്ട് ഇറച്ചി, അവിടെ വെന്ത ഇറച്ചി ഒരാളിൽ കട്ട് ചെയ്ത് മുറിക്കണമുണ്ടോ, ആ കട്ട് ചെയ്ത് മുറിക്കണത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. നെയ്യൊക്കെ ചിലർക്ക് അധികം വേണ്ടവരുണ്ട്, നെയ്യുടെ പീസുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇപ്പോൾ വലിയ ഇറച്ചിയുടെ പീസ് എടുക്കണുണ്ടോ, ഇതിൽ കിടന്ന് വെന്ത് അധികം നേരം കിടന്ന് വെന്താണ്. നെയ്യ് കിടന്നാണ് ഇത് ഫുള്ള് വേവുന്നത്. ഫുള്ള് നെയ്യാണത്. നല്ല ഹെവിയാണ്. ഇത് കഴിച്ചാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല, അതുപോലെയാണ് വേവുന്നുണ്ട്. വേറെ ഇങ്ങനെ പല സ്ഥലത്തും ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അടുപ്പ് ഇത്, ഇവിടെ അടുത്ത അടുപ്പ്, ഇവിടെ അടുത്ത അടുപ്പ്, ഇതവിടെ ഒരടുപ്പ് എടുക്കുന്നു. ഒരടുപ്പ് തീരുമ്പോൾ അടുത്ത അടുപ്പ് എടുക്കും. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതുണ്ടോ, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാടമുട്ടയും മറ്റേ മുന്തിരിയുടെ ഇലയിൽ റൈസ് പോലത്തെ സാധനങ്ങളൊക്കെ കവർ ചെയ്തത്. അതായത് റൈസ് പോലത്തെ എന്തോ സാധനങ്ങളൊക്കെ ഉള്ളിൽ മിക്സ് ചെയ്തതാണ്. അതിൻ്റെ പുറത്ത് മുന്തിരിയുടെ ഇലയാണ് ഈ കാണുന്നത്. അത് നമ്മൾ UK യിലും ടിന്നിലും മേടിച്ചിട്ടുണ്ടത്. അതിന് പുളിയാണ്, ഇതിന് പുളിയൊന്നുമില്ല. ഹെവി മീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. നമുക്ക് ഒരാൾക്ക് ആ ഒരു പ്ലേറ്റ് കഴിച്ച് തീർക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും ടേസ്റ്റും ഒക്കെ കാരണം നമ്മൾ എല്ലാവരും തന്നെ കഴിച്ചു തീർത്തു. ഇതിൻ്റെ പേരാണ് സെൻട്രൽ ഏഷ്യൻ പിലാവ് സെൻറ്റർ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഇതാണ്. ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആൾക്കാർ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇഷ്ടം പോലെ.
അപ്പം നമുക്ക് മുന്തിരി അവിടെ നിന്ന് കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവരും മുന്തിരി നട്ടിട്ടുണ്ട്. ഇത് ഇവിടെ മുന്തിരി ഉണ്ടാക്കി കിടക്കണുണ്ടോ, കിടക്കണുണ്ടോ, മുന്തിരി ഇവിടെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ മുളക് നമുക്ക് കഴിക്കാൻ തന്നായിരുന്നു. മുളക് കഴിക്കാൻ തന്നുകൊണ്ട് ഇത് താഴെ മൊത്തം മുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത്. താഴെ മൊത്തം കൃഷി ചെയ്തേക്കണ മുളകുകളാണ് ഈ കാണണേ. ഇതിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഉണ്ടായി തന്നെ ഉള്ളൂ. മൊത്തം ആൾക്കാരിങ്ങനെ ഇരിക്കുന്നതാണ്. വലിയ ഏരിയയാണ്. അവിടുന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് തണുപ്പിന് വേണ്ടി.